എറണാകുളം കലാഭവൻ റോഡിലെ അടച്ചിട്ട വീട്ടിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തലയിൽ മുറിവേറ്റ പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമെന്ന സംശയത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. സെൻട്രൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു പ്രകാശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, തലയിൽ മുറിവേറ്റ പാട്, ആൾതാമസമില്ലാത്ത വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹം, നമ്മുടെയെല്ലാം സ്വാഭാവികമായൊരു സംശയം നടന്നത് കൊലപാതകമെന്നും കൊലയാളികൾ ഉണ്ടാകുമെന്നൊക്കെയാണല്ലോ. പോലീസ് ഇത് സാധൂകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനുശ്വര, പ്രഥമ ദൃഷ്ടിയാൽ ഇപ്പോൾ പോലീസിനും ഉള്ളത് ഈ ഒരു കൊലപാതകമാണ് എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനി നടക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിലൂടെ മാത്രമേ നമുക്കിത് കൊലപാതകമാണോ എന്നുള്ളതിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ 25 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹമാണ് ഇപ്പോൾ ആളില്ലാതെ അടഞ്ഞു കിടന്ന വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അവിടെ ഇലക്ട്രിക്കൽ ജോലിക്കായി വന്ന KCB ജീവനക്കാരാണ് ഇത്തരത്തിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ആ മൃതദേഹം അവിടെ നിന്നും മാറ്റി ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ഇൻക്വസ്റ്റ് നടപടി അടക്കം പൂർത്തിയാക്കി ആ വീട് ഇപ്പോൾ ഗാർഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷമാണ് ഇതിന്റെ മരണത്തിന്റെ കാരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. പക്ഷേ ഈ മൃതദേഹത്തിന്റെ തലയുടെ ഭാഗത്തുണ്ടായ മുറിവാണ് ഇപ്പോൾ ഇതൊരു കൊലപാതകമാകാം എന്നുള്ളൊരു സംശയം പോലീസിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ആൾതാമസം ഇല്ലാതെ കിടക്കുന്ന വീടാണ്. റെയിൽവേ സ്റ്റേഷനോട് റെയിൽവേ ട്രാക്കിനോട് സമീപത്തായിട്ടുള്ള കലാഭവൻ റോഡിലെ വീട്ടിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ഈ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വീട്ടിൽ ഇതിന് മുൻപ് താമസിച്ചത് ഏതാനും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഒരു സ്ഥാപനത്തിലെ കോൺട്രാക്ട് ജോലിയുമായി ബന്ധപ്പെട്ട് വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചത് എന്ന് അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. നാളെ ഇനി ഇതിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ഇവിടെ എത്തിയതിന്റെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടേക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ചുകൊണ്ട് അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിലൂടെ മാത്രമാണ് ഇത് ആരുടെ മൃതദേഹമാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരികയുള്ളൂ. ഈ അടച്ചിട്ട വീട്ടിലെ മൃതദേഹം കണ്ടു എന്നുള്ള വിവരം പോലീസ് അറിയുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ? അങ്ങനെ ഒരു ലിങ്ക് ഇത് ആരെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ്? അനുശ്വര, ഇന്ന് വൈകിട്ട് ഇവിടെ KCB ജീവനക്കാർ ആ വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോലിക്ക് എത്തിയിരുന്നു. ആ KCB ജീവനക്കാർ അവിടേക്ക് വൈകുന്നേരം എത്തുമ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ ഈ ഒരു മൃതദേഹം കാണുന്നത്. ഉദ്ദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിന്റെ ആണ് എന്നുള്ളതാണ് പോലീസ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം. അതോടൊപ്പം മൃതദേഹത്തിന് ഒരു ദിവസത്തെ മാത്രമേ പഴക്കമുള്ളൂ. അതായത് ഈ മരണം സംഭവിച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചിട്ട് അധികം ദിവസം ആയില്ല എന്നൊരു കാര്യവും പോലീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ മറ്റു രേഖകളൊന്നും ഇവിടെ പോലീസിനെ ബന്ധപ്പെട്ട് ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള പരിസരത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. അത് ആരുടേതാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലടക്കം പോലീസിന് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഈ മൃതദേഹത്തിന്റെ അടക്കമുള്ള തിരിച്ചറിയൽ നടപടികൾ അടക്കം ഇനി പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. ഈ KCB ജീവനക്കാരുടെ ഒരു അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇന്നിപ്പോൾ വൈകുന്നേരം ഈ ഒരു ഈ ഒരു മരണവിവരം, ഈ യുവാവിന്റെ മൃതദേഹം ഇവിടെ ഈ ആളൊഴിഞ്ഞ വീട്ടിൽ കിടക്കുന്ന നിലയിലുള്ള വിവരം പോലീസ് അറിയുന്നത്. ഏതായാലും പോലീസ് എത്തി അവിടെ വേണ്ട മറ്റു നടപടികൾ, അതായത് മൃതദേഹം അവിടെ നിന്നും മാറ്റേണ്ട ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കി മാറ്റേണ്ട നടപടികൾ സ്വീകരിച്ചു. ഇനി നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത് മൃതദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കൂ.